ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ്, ക്ലിയോപാട്ര എന്നിട്ട്. അപ്പോൾ നമുക്കിവിടെ വന്നപ്പാട് ആദ്യം അവരൊരു വെൽക്കം ഡ്രിങ്ക് തരും. ഇതാണ് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുടിച്ച് തീർത്തു. ഇത് ഹിബിസ്കസിൻ്റെ ഒരു ജ്യൂസാണ്. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ്സിൽ തരും. അത്രയേ ഉള്ളൂ. 10,000 വേണ്ടിയല്ലോ, 30 രൂപയല്ലോ. അപ്പം നമ്മൾ നാട്ടിലെ പുണർപ്പുളിയില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. നല്ലുണ്ട് കേട്ടോ. ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പം അത് തേനിറ്റ, അങ്ങനെ ആദ്യം പറഞ്ഞത്. ചെമ്പരത്തി പുണർപ്പുളിയുടെ ഒരു ടേസ്റ്റാണ്, പക്ഷെ അത് സെയിം എല്ലാം തോന്നുന്നു. ഹോച്ചിമിൻ സിറ്റിയിൽ നമ്മൾ ആകെക്കണ്ട ഒരു അറബിക് റെസ്റ്റോറൻ്റാണ് ഈ ക്ലിയോപാട്ര ഹലാൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പ്ലേറ്റ് ഷവർമയും ഒരു ചിക്കൻ ഷവർമയാണ്. ഇതാണ് ഇവിടുത്തെ പ്ലേറ്റ് ഷവർമ. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അറബിക് ഫുഡ് കഴിക്കാൻ തോന്നുമ്പോൾ ഇവിടെ വന്നിട്ടാണ് കഴിക്കല്. ഇത് ഈ പ്ലേറ്റ് ഷവർമയിൽ ഇവിടെ റൈസാണ് ഇട കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇവിടെ പ്ലേറ്റ് ഷവർമ എന്ന് പറയുമ്പം റൈസാണ് വരുന്നത്. റൈസും കുറച്ച് ചിക്കനും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്. റോൾ ഷവർമ എന്ന് പറഞ്ഞാൽ സാധാ ഷവർമ, പക്ഷെ കുറേ സൈസിലെ ഷവർമയാണ്, വലിയ ഷവർമ. ആദ്യമായിട്ടാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്യുന്നത് അല്ലേ? ഈ ഷവർമ നമുക്ക് തിന്നേക്കാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഷവർമ ഇവിടെ വന്നതിന് ശേഷം കഴിക്കുന്നത്. മല്ലിച്ചപ്പ് അങ്ങനത്തെ സാധനങ്ങളുള്ളൂ. തക്കാളി ചിക്കൻ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടാണുള്ളത്. ഇതൊരു പൊറോട്ടേൻ്റെ ഒരു മാവിൻ്റെ ആ ഒരു ഇതാണ് പൊറോട്ട ടെക്സ്ചർ എന്ന് പറയുന്നത്. ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഉപ്പ് കുറവായിരിക്കും എല്ലാത്തിനും. ഇവിടുത്തവർ പൊതുവെ ഉപ്പെല്ലാം കുറച്ച് കുറവായിട്ട് കഴിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും കുറച്ചൊരു ഉപ്പ് കുറവായിരിക്കും. ചെറിയ ചെറിയ ചിക്കൻ പീസാണ്. ബ്രസ്റ്റ് പീസ് ഇങ്ങനെ പീസാക്കി പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തവടി, അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ചോറിന് നമ്മളൊരു മാഗിൻ്റെ മസാല ഇടും. ആ മസാലേൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ബസുമതി റൈസ് ആ ഒരു ടേസ്റ്റിൽ. പിന്നെ ഇതിൻ്റെ കൂടെ ഉപ്പിലിട്ട ക്യാരറ്റ്, ഉള്ളി അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടുന്നുണ്ട്. ഒരു തക്കാളി ചട്നി, പിന്നെ നമ്മളെ മയോണൈസ് സോസും. ഇതാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ അടുത്തുള്ള AO മാളിലേക്കാണ്. അപ്പം ഇവിടെ കുറേ മസാജിങ് ചെയറുണ്ട്. ഈ മസാജിങ് ചെയറെല്ലാം എപ്പോഴും ഫുള്ളായിരിക്കും. ഇതിൽ അരമണിക്കൂറെല്ലാം ആളുകൾ വന്നിട്ടിരിക്കലുണ്ട്. അപ്പം നമ്മളും ഇതിനിടയ്ക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അച്ഛനെല്ലാം വന്നിട്ടാകുമ്പോൾ ജസ്റ്റ് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒന്ന് വെറുതെ ഇരുന്ന് നോക്കിയതാണ്. ആദ്യമൊക്കെ നല്ല വേദന പോലെ ഫീൽ ചെയ്തു, പിന്നെ അതൊരു അഡ്ജസ്റ്റായി. ചില സമയത്ത് ഇതിൽ ആൾക്കാർ ഇരുന്നിട്ട് ഉറങ്ങുന്നുണ്ടാവും. അതായത് ഒരു മണിക്കൂറെല്ലാം ഈ മസാജിങ് ചെയർ എടുത്തിട്ട് അതിലിരുന്നിട്ട് കുറച്ച് ഉറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. എപ്പോഴും ഇത് ഓരോ ഫ്ലോറിലും ഇങ്ങനെ എല്ലാ സൈഡിലായിട്ടുണ്ടാവും. എപ്പോഴും അത് ഫുള്ളും ആയിരിക്കും. അതിലിരുന്നിട്ട് കണ്ണടച്ചിരുന്ന പ്രശ്നമൊന്നുമില്ല. മറ്റേ നമുക്കൊരു തല എന്തോ ആവുന്നൊരു ഫീലാണ് വരുന്നത്. ഇപ്പോൾ AO മാളിൽ പൊതുവേ കുറച്ച് തിരക്ക് കുറവാണ്. എല്ലാവരും അവരവരുടെ നാടുകളിൽ പോയിട്ട് ടെറ്റ് ആഘോഷിക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടാവും, അവർ ഇതുപോലുള്ള മാളുകളിലും മറ്റും വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ലോക്കലായിട്ടുള്ള കടകളും കാര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച ഫുള്ള് ലീവായിരിക്കും. ഭയങ്കരമായിട്ട് നല്ലോണം ഇല്ല, പക്ഷെ ഉണ്ട്. ബാക്കെല്ലാം നല്ല മസാജ് ചെയ്യുന്നുണ്ട്. കയ്യേൻ്റെ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ പിടിച്ചു കുലുക്കുന്നു. കാലിലും നല്ല മസാജ് ആക്കുന്നു. ഇപ്പൊ കയ്യും തുടങ്ങി കേട്ടോ.
ഒരു കൈ തുടങ്ങി. ഇനി അടുത്ത കൈ ആവാനുണ്ട്. അതാണ് ഇപ്പൊ കാണിക്കുന്നെടുക്ക. സ്കാൻ ചെയ്തിട്ട് നമുക്ക് എത്ര സെക്കൻഡ് വേണമെന്ന് വെച്ചിട്ട് ടൈം വെച്ചിട്ട് സ്കാൻ ചെയ്യാം. എന്നിട്ട് അതിൽ പറയുന്ന പേയ്മെന്റ് അടച്ചാൽ മതി. 10,000 ടോക്കനിൽ സ്റ്റാർട്ട് ആവുന്നത്. 10,000, 20,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം. 10,000 എത്ര? 5 മിനിറ്റ്, 6 മിനിറ്റാ? ആറ് മിനിറ്റ് അല്ലേ? ശരിക്കും വെറുതെ കിടന്നൂടാ. ചില ആൾക്കാരുണ്ട്. പക്ഷെ ഇത് ഓരോ കൈ ആയിട്ടാക്കുന്നത്, 2 കൈ ഒരേ സമയത്ത് ആക്കുന്നില്ല അല്ലേ? ഇപ്പൊ 2 ആക്കുന്നുണ്ട്. കേട്ടോ. നമ്മൾ മസാജ് എല്ലാം ചെയ്തതിന് ശേഷം ഒരു ഐസ്ക്രീം എന്നാണ് വന്നിട്ടുള്ളത്. ഐസ്ക്രീം തൊട്ട് കാണിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല പേര്. ഇത് ഐസ്ക്രീം അത് പോയിട്ട് പറയാം. ഏതായാലും എടുത്തെന്ന് തിന്നാം നമുക്ക്. നാട്ടിലെ ഉത്സവത്തിന് കിട്ടുന്ന ചോളപ്പൊരി അല്ലേ ഇത്? മസാലയില്ലാത്തത് ഇത് കുറേ തരം ഐസ്. മുന്തിരി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ പാഷൻ ഫ്രൂട്ട് എല്ലാം ഉണ്ട്. ഒരു കുഞ്ഞു വെക്കറോ? ഐസ്ക്രീമിന്റെ ബില്ലടിച്ചു. ഇനി ആദ്യം അടുത്തത് ഐസ്ക്രീം എടുക്കും. എത്ര പൈസ? 26,400. 3,000 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡ്രൈ ഫ്ലേവർ. ഇതിന്റെ പേര് പാഷൻ ഫ്രൂട്ട് ഉണ്ട്, മിന്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, അതെന്തെല്ലാം ഉണ്ട്. ഇനി നമുക്കിത് കൊടുത്തു നോക്കാം, അപ്പൊ തരും. ചില ഐസ്ക്രീം ഇങ്ങനെ ചെറിയ കപ്പിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്തുകൊണ്ടെന്ന് അറിയില്ല. നമുക്ക് ഏലാ കിട്ടുന്നതെന്ന് അറിയില്ല, കൊടുത്തു നോക്കാം. നമ്മൾ 2 ഐസ്ക്രീം സ്ട്രോബെറി. നമ്മളത് 1 കപ്പാന്ന് തോന്നുന്നു. ഏതുകൊണ്ട്? പച്ചമച്ച. യെസ്, ഓക്കെ. ഓക്കെ. സ്ട്രോബെറിയാ? സ്ട്രോബെറി. Wait. This is strawberry, right? This is strawberry. About Yes. No. This white. White. Yes. Yes. ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. അത് സ്പൂൺ എടുക്ക്. Thank you. ഐസ്ക്രീം വാങ്ങുന്ന സമയത്ത് നമുക്ക് ആകെ കൺഫ്യൂഷനായി. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് വാങ്ങുന്നത്. അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തത് സോഫ്റ്റ് ക്രീമാണ്. അപ്പോൾ അതിൽ തന്നെ 3 ഉണ്ടായിനി. അപ്പോൾ അതേത് വേണമെന്നുള്ളതാണ് അവർ ചോദിച്ചത്. പിന്നെ ഫ്ലേവർ ഒന്നും നോക്കിയില്ല, ഏതോ ഒന്ന് കാണിച്ചു കൊടുത്തു, അത് അവർ തന്നു. അപ്പോൾ ഇതാണ് 2 ഐസ്ക്രീം കിട്ടിയത്. വെറും നമ്മൾ ഒരു ക്രീമി ടൈപ്പ് അല്ല, നോക്കാൻ പറ്റും. ടേസ്റ്റ് സ്പൂൺ ഇതാ.
എങ്ങനെയുണ്ട്? അതെന്ത് ഫ്ലേവർ? അറിയില്ല. സ്ട്രോബെറി ഇതല്ലേ ഫ്രൂട്ടനല്ലേ? ഫ്രൂട്ടനല്ലേ? ഫ്രൂട്ട് ഒറിജിനൽ ഫ്രൂട്ട്. അതാണ് ഇവിടുത്തെ ഐസ്ക്രീമിന്റെ വ്യത്യാസം. അവർ ഒറിജിനൽ ഫ്രൂട്ട് ഇട്ടിട്ട് ആക്കുന്നത്. നല്ല പുളിയും എല്ലാം ഉണ്ട്. മതി. അതൊഴിക്കടങ്ങും. അപ്പം നമ്മൾ ഇവിടെ പുറത്ത് വന്നിട്ട് ഇരുന്നിട്ട് ഐസ്ക്രീം തിന്നെയാണ്. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. നല്ല ഒറിജിനൽ ഫ്രൂട്ട് ഫ്ലേവർ. തിന്നാൽ തിന്നുകൊണ്ടേ ഇരിക്കാൻ തിന്നും. അങ്ങനെ നല്ലൊരു ഇതാണ്. അപ്പം ഇനി നമ്മുടെ ഐസ്ക്രീം തിന്നിട്ട് ബാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം എല്ലാം തിന്നിട്ട് എയോൺ മാളിൽ നിന്ന് പുറത്തിറങ്ങി നമുക്ക് നടന്നിട്ട് വീട്ടിലേക്കോ. വണ്ടിയില്ല, വണ്ടി ഇപ്പോൾ പോയതില്ല. അപ്പോൾ സമയത്ത് നമ്മൾ ഐസ്ക്രീം തിന്നായിരുന്നു. കുറച്ച് സമയം കാത്തുന്നാലും വണ്ടി വരുമായിരിക്കും അല്ലേ? വെറുതെ കുറച്ച് നടക്കാം. അപ്പോൾ ആ വണ്ടി ഏത് അവിടെ നിർത്തിയിട്ടില്ലേ? ബഗ്ഗി. അത് വേറെ ഏതോ അപ്പാർട്ട്മെന്റ്. തിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ കാണിച്ചു. നമുക്ക് ഇവിടുന്ന് ഇത്രയും നടക്കാനില്ല. പക്ഷെ കാണുന്നത് നമ്മളെ അപ്പാർട്ട്മെന്റ്. അത് ആ കാണുന്ന ആ ബിൽഡിംഗ് ഇല്ലേ? ആ ബിൽഡിംഗ് എവിടെയാ? എന്റെ കൈ ഇങ്ങനെയാ പോകുന്നത്. ആ ബിൽഡിംഗ് ആണ് നമ്മളെ അപ്പാർട്ട്മെന്റ്. ക്രോസ് ചെയ്യേണ്ട ദൂരം. പക്ഷെ ഇതിൽ വഴിയില്ല ക്രോസ് ചെയ്യാൻ വേണ്ടി. ക്രോസ് ചെയ്യാൻ അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. പക്ഷെ പോണെങ്കിൽ നമുക്ക് അന്ന് അതില് ചുറ്റി പോണം. പോവല്ലേ അപ്പൊ നമുക്ക്? എയോൺ മാളിന്റെ വേറൊരു സൈഡിൽ കുറെ കളിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. നെറ്റിന്റെ ഭാഗമായിട്ട് അപ്പോൾ ഇതാണ് എയോൺ മോളില് നെറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ഫോട്ടോ സ്പോട്ട്. ആൾക്കാർ വന്ന് തുടങ്ങിയിടത്തേക്ക് വൈകുന്നേരം ആകുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 ദിവസം കൂടി ഇല്ല അല്ലേ ടെറ്റിൻ്റെത് പരിപാടി? ഫോട്ടോ ബൂത്ത് ഉണ്ടല്ലേ? കുറേ ഉണ്ട്. നമ്മ അന്ന് വന്നിട്ടുണ്ടായിടാ ഫോട്ടോ എടുക്കാൻ വേണ്ടി. രാത്രി അല്ലേ? രാത്രി അപ്പോഴത്തേക്ക് അധികം ഒരിതുണ്ടായിരുന്നു. ഇവിടെ ഒരു ക്യാമറമാനെല്ലാം ഉണ്ടാകുന്നല്ല ഫോട്ടോ എടുത്ത് കൊടുക്കാൻ. ചിലപ്പോ ഉണ്ടാവുന്നു. ഇല്ലാന്ന് തോന്നുന്നല്ലേ? നല്ല കളർഫുൾ ആയിട്ടുണ്ട്. രാത്രിയാ കുറച്ചും കൂടി കളറായി തോന്നുന്നു അല്ലേ? ഇപ്പൊ അത്ര ഒരു എടുപ്പ് കിട്ടുന്നില്ല. ഹാപ്പി ടെക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.